ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി ആവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം എനിക്ക് തീരെ സുഖമില്ല. അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. അതേ കിടന്ന പായ മാത്രം മടക്കി വെച്ച് റെഡി ആയിട്ട് നമ്മൾ പോകണം. വേറെ ഒരു ജോലി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കുറേ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതും മുല്ലപ്പൂവിൻ്റെ സീസണാണോ എന്താ അറിയാൻ പറ്റില്ല. ഇതേ ഇവൾ ആരോ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഇവൾക്ക് കാല് വീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഓയിൽമെൻ്റൊക്കെ തേച്ച് കൊടുത്തു. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ ആൾക്ക്. പിന്നെ ഇതാ ഞാനും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:30 അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ രാവിലെ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ സ്കിൻ കെയർ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ ഇതാ 2 പിള്ളേരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിപ്പു നമ്പർ 1. അവരെപ്പോഴും ഇങ്ങനെ എങ്ങോട്ടിറങ്ങിയാലും പുറകെ വരും. കേട്ടല്ലോ. പിന്നെ നമ്മൾ ട്രെയിന് വരുന്നതുകൊണ്ട് ട്രെയിന് പോയാലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രെയിന് വരുന്നതുകൊണ്ട് നമ്മൾ ആക്കം പോലെ ഇങ്ങനെ നടന്ന് നമുക്ക് ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ കുറേ റോഡുകൂടെ നടന്നിട്ട് വേണം മെയിൻ റോഡൊക്കെ എത്താൻ കേട്ടോ. എന്നാലേ ബസ്സും മെട്രോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാക്ക് ക്രോസ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നേരെ അപ്പുറത്ത് ഇറങ്ങി നടക്കണം. പിന്നെ ഞങ്ങൾ പൂച്ചനെ എവിടെ കണ്ടാലും അറഞ്ചം പുറഞ്ചം ഫോട്ടോ എടുക്കും, കൊഞ്ചിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പൂച്ച അത് അവിടെ എവിടെയോ ഉണ്ട്. അതേ അവിടെ ആൾ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനിടെ ഞങ്ങൾ തടസ്സം ചെന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് മെട്രോയിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോയി. കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് കിടന്നും പോയി, ഉറങ്ങിപ്പോയി. പിന്നെ മെട്രോ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ നടന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഒ പി ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഡോക്ടർമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒ പി ചീട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും തിരക്ക് കൂടിയിട്ടാ. പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ കണ്ടപ്പോഴേക്ക് അവിടെ ഡോക്ടർമാർ വന്ന് ടോക്കൺ വിളിക്കൽ തുടങ്ങി കേട്ടോ. 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവരൊക്കെ ഫസ്റ്റ് വരുന്നവരൊക്കെ ചീട്ടെടുത്തിട്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും വേണ്ടെങ്കിൽ പുറത്ത് പോവും. പിന്നെ അവർ അപ്പോൾ ഈ ടോക്കൺ വിളിക്കുമ്പോൾ അവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ ഇങ്ങനെ വിളിച്ച് വെച്ചത് 56, 57, 58, 59 എന്നൊക്കെ പറഞ്ഞ് അവസാനം 73 എത്തി. ഞങ്ങൾ കാണിച്ച് മരുന്നും വാങ്ങിച്ച് എല്ലാ മരുന്നും അവിടെ തന്നെ കിട്ടിട്ടോ. പിന്നെ മെട്രോയ്ക്ക് നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ തിരിച്ച് ഓഫീസിൽ തന്നെ കയറുക കേട്ടോ. ലീവ് എടുത്തിരിക്കണമെന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ വീഡിയോയും കാര്യമൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കടയിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ നമുക്ക്. അപ്പം ഞാൻ മെട്രോ ഇറങ്ങിയിട്ട് കടയിലോട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മൾ റിലയൻസിലാണ് കേട്ടോ പോയത്. അവിടുന്ന് കുറച്ച് പാലും, ഒരു കവർ പാലും, പിന്നെന്താ വാങ്ങിച്ചേ. പിന്നെ ഞാൻ ഏത് കട ചെന്നാലും കുറേ സാധനങ്ങൾ നോക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അത് വേണം, അത് കിട്ടിയാലേ ശരിയാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ മാങ്ങ കുറേ നോക്കി, പക്ഷേ അത് മൊത്തത്തിൽ വാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ റോസ് വാട്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ് വാട്ടർ ഇങ്ങനെ നോക്കി അതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിലേറെ വില കുറഞ്ഞ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് അതെല്ലാം അതുപോലെ തന്നെ തിരിച്ച് വെക്കാട്ടോ ചെയ്തത്. പിന്നെ നമ്മളിതാ ഹിമാലയയുടെ കുറേ ഫേസ് വാഷ് കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ. അതിനധികം വില ഒന്നുമില്ല, അത് നല്ലതാട്ടോ. അതൊക്കെ നോക്കി. പക്ഷേ എന്നാലും എൻ്റെ ഫേസ് വാഷ് കഴിയാനിട്ടില്ല, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ നമ്മൾ ബോഡി വാഷ് ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു ബോഡി വാഷൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ബാഗും വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തൊന്നും അടിച്ച് വൃത്തിയാക്കിയിടുക കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ജോലി കഴിഞ്ഞ് വന്നാൽ ഇരിക്കില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കില്ല. ആ വന്ന പാടെ ബാഗ് അവിടെ വെച്ചിട്ട് അടുക്കളയിൽ ഓടും. എന്നിട്ട് ചോറിനുള്ള വെള്ളം വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മളെ ഒന്ന് ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചോരിയിട്ട് അരിയിട്ടിട്ട് പിന്നെ പാത്രം കഴുകാൻ നിൽക്കും. ഇന്നിപ്പോൾ കൂടുതൽ പാത്രങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ രാവിലെ ഒരു ജോലി എടുക്കാതെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാതും അവിടെയുണ്ട്. അപ്പം നമ്മൾ അരി ഇട്ടു. ഇനി നമുക്ക് പാത്രം കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ പാത്രം കഴുകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ അതൊരു സെപ്പറേറ്റാണ്, സിങ്ക് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ തന്നെ അതിങ്ങനെ സ്റ്റാൻഡിൽ കൊടുന്ന് ഇവിടെ വീതലുമ്പോൾ കൊടുന്ന് വെക്കും. കാരണം അവിടെ വെക്കാനൊരു സ്ഥലമല്ലല്ലോ. എനിക്കതാണ് ഒരു പ്രശ്നമുള്ളത്. ഇത് കുഴപ്പമില്ല, അടുത്തൊരു വീട് മാറുമ്പോൾ നമ്മൾ നല്ലൊരു വീട് നോക്കിയെടുക്കും. ഞാനിങ്ങനെ പാത്രം കഴുകുക, അവിടുന്ന് പാത്രം കഴുകുക, ഇവിടെ കൊടുന്ന് കമിഴ്ത്തി വയ്ക്കുക, അങ്ങനെ തന്നെ ചെയ്യലുണ്ട്. എപ്പോഴും അതന്നെ പണി. കുഴപ്പമില്ല. അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ മോറാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോഴേക്ക് നമ്മൾ അരിയൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കള സോപ്പും വെള്ളം പാർന്നിട്ട് ഒന്ന് വൃത്തിയാക്കണ്ടായിരുന്നു. കാരണം നമുക്ക് പൂച്ചകളുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യണം കേട്ടോ.
ചെയ്യാറുണ്ട്. ഇപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യും. എനിക്കിപ്പോൾ നടുവേദന എന്നിട്ട് ഞാൻ ചെയ്യണില്ലേ. അപ്പോൾ സോമ്പ് പറഞ്ഞിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ വൈപ്പ് ചെയ്തെടുത്തപ്പോഴും ശരിക്ക് വെള്ളം പോകില്ല. അപ്പോൾ അതുകൊണ്ടൊരു മോപ്പ് വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കും. പിന്നെ നമ്മൾ കൈയൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറ് വെന്തോന്നൊക്കെ നോക്കണം. പിന്നെ നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകണം. മുഖം നമ്മൾ ഇങ്ങനെ പാത്രം കഴുകിയിട്ട് അല്ലെങ്കിൽ തുടച്ചിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ണിലും മൂക്കിലും തൊടരുത്. മുഖത്തങ്ങനെ തൊടാൻ പറ്റില്ല എന്നാണ് ഞാൻ കേട്ടില്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടേ മുഖം കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫേസ് വാഷ് ഇട്ട് കഴുകണം കേട്ടോ. 2 നേരം ഫേസ് വാഷ് ഇട്ട് കഴുകണം, അതാണ് നല്ലത്. സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് നമുക്ക് മേക്കപ്പൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പോകണം കേട്ടോ. രാത്രിയിൽ മേക്കപ്പ് ഒന്നും ഇട്ട് കിടക്കാൻ പാടില്ല. സ്കിൻ കെയർ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ കുരുക്കളും അതും ഇതും ഒക്കെ വരും. ഓക്കെ, പിന്നെ നമ്മൾ മുഖം കഴുകിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കുളിച്ച് വരാം കേട്ടോ. കുളിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് ഇങ്ങനെ ആ ഓട്ടോട്ട പാത്രത്തേക്ക് ഊറ്റി ഇടുക കേട്ടോ. കുഞ്ഞുകുട്ടി നിക്കിൻ്റെ ഒരു സ്നേഹപ്രകടനം. അങ്ങനെ ചോറെല്ലാം ഊറ്റിയിട്ട് എന്താ പൊന്നെ അപ്പോൾ ചോറ് വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ വാങ്ങിച്ച മത്തി മുളകിട്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒടുക്കത്തെ ദാഹം. പിന്നെ ആ കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു, അത് കുടിച്ചിട്ട് തല തോർത്ത് കേട്ടോ. തല തോർത്താൽ ഇത്ര നേരം പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ തോർത്താൻ പറ്റില്ല കേട്ടോ ശരിക്കും. പക്ഷേ അമ്മമാരൊക്കെ ഇങ്ങനെ തോർത്തിയാലേ തലയിൽ വെള്ളം പോവുള്ളൂ എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചപ്പോൾ അങ്ങനെ തോർത്തിയാലേ സമാധാനം വരുള്ളൂ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കളിച്ചു. ഇവരെ കളി കുറച്ച് നേരം ഇവരെ തുറന്നു വിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.